ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് എയർപോർട്ടിലാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. മൂപ്പര് ചെന്നൈയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ മുമ്പ് മൂപ്പര് ആദിത്യ ബിർളയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ട ആളാണ്. ഇപ്പോൾ മൂപ്പര് ചെന്നൈയിലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ 2 ദിവസം മുന്നേ വെറുതെ ഇങ്ങനെ സംസാരിച്ച സമയത്ത് മൂപ്പരിനോട് പറഞ്ഞ്, ഇജാസ്, ഇവിടെ ചെന്നൈയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് നമ്മളെ കമ്പനിയിലെ മെസ്സിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ നല്ല തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു. അവർക്ക് കമ്പനിയിൽ മെസ്സാണ്. ഒരുവിധം കമ്പനികളിലൊക്കെ ഉച്ചയ്ക്ക് മെസ്സ് ഉണ്ടാവും, മെസ്സ് സൗകര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ് മൂപ്പര് ഈ പറഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്താൽ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്നത്. അതെന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ചു. ഞാൻ ആ കമ്പനിയിലേക്ക് മാറിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞത് എനിക്ക് എന്തോ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ മൂപ്പരോട് പറഞ്ഞേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്താ തലപ്പാക്കട്ടി ബിരിയാണി ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് കമ്പനിയിൽ, ഓരെല്ലാവരും കൂടി തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്താൽ കമ്പനി വിറ്റത് CSR ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും തലപ്പാക്കട്ടി ബിരിയാണിക്ക്. അപ്പോൾ പക്ഷേ മൂപ്പരിനോട് പറഞ്ഞു, ഇജാസ് തമ്പി, ഇജാസ് നീങ്ക വാ കണ്ണാലെ പാത്ത് നമ്പിക്കവേ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നമ്പണോ വേണ്ടേ എന്നുള്ള കാര്യം നമ്മളൊന്ന് പോയി നോക്കണ്ടേ? അപ്പം എങ്ങനെ പോയി നോക്കല്ലേ? സമയം 6:10 നമുക്ക് 7:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എയർപോർട്ടിന് വരേൻ്റെ മുന്നിൽ തന്നെ പാർക്കിങ്ങിൽ ഇട്ടാൽ മതി. നമ്മൾ ഈ ബിരിയാണീൻ്റെ ആവശ്യത്തിന് മാത്രം പോകായതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തന്നെ തിരിച്ചിങ്ങോട്ട് പോരും. അതുകൊണ്ട് ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോകാമെന്ന് വെച്ച് ജസ്റ്റ് ഒരു 165 റുപ്യ കൊടുത്താൽ നമുക്ക് ഇവിടെ വൃത്തിയിൽ പാർക്ക് ചെയ്ത് പോകാം കോഴിക്കോട് എയർപോർട്ടിൽ. അതൊരു വലിയ സൗകര്യം കേട്ടോ. നല്ല മഴ ചാറി തുടങ്ങിയാണ് രാവിലെ തന്നെ. ഫ്ലാഗ് ഇങ്ങനെ പാറുണ്ട്, നല്ല രസമാണ് കാണാൻ. മഴ പെയ്യണതിന് മുന്നേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറണം. ഈ ഇരിക്കുന്ന ആളാരാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ അർജുൻ ദാസ്, തമിഴ് സിനിമയിലെ കൈദി സിനിമയിൽ അൻപ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തില്ലേ, റോളക്സ് ഓം പേര് ദില്ലി, അയാൾ തന്നെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെന്നൈയിലേക്കുള്ള ബസ്സിലാണ്. അപ്പോൾ ചെന്നൈയിലേക്കുള്ള ബസ്സല്ല, ചെന്നൈ ഫ്ലൈറ്റിലേക്ക് ഉള്ള ബസ്. അതായത് ബസ് കയറ്റിയിട്ട് കുറച്ച് നേരം ഓടിച്ചിട്ടാണല്ലോ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബസ്സിലാണുള്ളത്. ഇനി നേരെ ബസ് പോയിട്ട് അവിടെ ഇറങ്ങി നമ്മളെ ഇൻഡിഗോ ചേച്ചി നിൽക്കുന്നുണ്ടാവും. എന്തായാലും ഇൻഡിഗോ ചേച്ചിക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് വേണം ഫ്ലൈറ്റ് കയറാൻ. ഈ ഫ്ലൈറ്റ് അല്ല കേട്ടോ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർ പോയ ATR ഫ്ലൈറ്റില്ലേ, ആ സെയിം ATR ഫ്ലൈറ്റിലാണ് ഇനി 1.5 മണിക്കൂർ നമ്മൾ ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സ്ഥിരമുള്ള ഇൻഡിഗോ ചേച്ചി തന്നെ ഇവിടെ ഉണ്ട്. ATR ഫ്ലൈറ്റാണ് ഞാൻ പറഞ്ഞ പോലെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ് നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോൾ. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിന് ജനറേറ്റർ ഓൺ ആക്കിയ മാതിരി ഫാനിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും, ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 1.5 മണിക്കൂർ ഇരിക്കണം എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അടുത്ത് ഭയങ്കര പോപ്പുലറായ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വിമാനം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിലാളെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അതോ പൈലറ്റുമാർ സമരത്തിലായതുകൊണ്ട് പോകാതെ കിടക്കണമെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ ഫ്ലൈറ്റ് ഇതാണ്, നമുക്ക് കയറാം. ഒരു ഇൻഡിഗോ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഹായ് പറഞ്ഞു പോയിട്ടോ. ഇതാണ് നമ്മുടെ സീറ്റ്, 19F ആണ് സീറ്റ്. വിൻഡോ സീറ്റ് നോക്കിയെടുത്താണ്, അതാകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യമാണ്. ദേ അപ്പുറത്തും ഇൻഡിഗോ, എവിടെ നോക്കിയാലും ഇൻഡിഗോ. ഇതിപ്പോൾ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലും കാണുന്ന ഒരു കാഴ്ച കേട്ടോ, മൊത്തം ഇൻഡിഗോ. അപ്പുറത്ത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്, എയർ അറേബ്യ ഉണ്ട്, വീണ്ടും എയർ ഇന്ത്യ ഉണ്ട്. അപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് തന്നെ കുറേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന്. അതുകൊണ്ടാണ് ഫ്ലൈറ്റിലുള്ള ഇൻഡിഗോ ചേച്ചി നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ വിമാനം വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിച്ചനങ്ങനെ വരാക്കട്ടെ. അൻപണ്ണൻ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ, വിൻഡോ സീറ്റിലുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അൻപണ്ണനെ പോയി പരിചയപ്പെടണം. ഓക്കെ, ഇപ്പോൾ പുള്ളിയുടേതായ പേഴ്സണൽ ജോലികളിലാണ്, വെറുതെ ബുദ്ധിമുട്ടാക്കരുതല്ലോ. ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്ന് വന്ന് പരിചയമുള്ളൊരു ശബ്ദം. പരിചയമുള്ള ശബ്ദമാണോ നോക്കിയപ്പോൾ മനസ്സിലായി, പരിചയമുള്ള ശബ്ദമല്ല, പരിചയമുള്ള ഭാഷ. അതായത് നമ്മുടെ ക്യാപ്റ്റൻ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ താമസം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു മത്സ്യയാത്ര ആശംസിക്കുന്നു. എല്ലാവർക്കും മരക്കിൽ കൂടി നന്ദി പറയണം. നിർത്തിട്ട് നമസ്കാരം. ഇത്രയും നേരം വിമാനം പറത്തിയ ക്യാപ്റ്റൻ ഒരു മലയാളിയായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് അടുക്കാനായിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞത്. നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അർജുൻ ദാസ് സാറിനെ പോയി കണ്ടുട്ടോ. ജസ്റ്റ് ഹായ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വാ കം സിറ്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞു. അവിടെ അടുത്തിരുത്തി. ആ സൗണ്ട് ഒരു രക്ഷയില്ല, 999 തനി തങ്കാണ് സൗണ്ട്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ഗാംഭീര്യമുള്ള സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ആൾ ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ നമ്മുടെ പോയോക്കയുടെ പുതിയൊരു എപ്പിസോഡ് മദ്രാസിൽ എത്തിയിരിക്കുകയാണ്. പഴയ മദ്രാസാണ്, പുതിയ ചെന്നൈ. അപ്പോൾ നമുക്ക് ഇൻഡിഗോയുടെ ടെർമിനൽ ബസ്സിൽ കയറി നേരെ ടെർമിനലിലേക്ക് പോകാം. നമ്മുടെ അൻബേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹീറോയിനും ബാക്കി ക്രൂ മെമ്പേഴ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് കണ്ണൻ സാറിൻ്റെ ഓഫീസിൽ ഉച്ചയ്ക്ക് തലപ്പാക്കട്ടി ബിരിയാണി കൊടുക്കേണ്ടതെന്ന് കേട്ടിട്ട് വന്നതാണ്. ഈ കണ്ണൻ സാറ് നമ്മളെ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് കേട്ടോ, അല്ലാതെ എൻ്റെ കളിക്കൂട്ടുകാരനൊന്നുമല്ല. ഒരുപാട് സീനിയർ ആയിട്ടുള്ള സാറാണ്, പക്ഷേ നമ്മളെ ഫ്രണ്ടാണ്. എന്തായാലും നമുക്ക് ഉച്ചക്കാണ് തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുക. അതിൻ്റെ മുമ്പ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളെ അൻപേട്ടനും ടീമും അവിടെ പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ എക്സിറ്റ് എടുക്കാം. എക്സിറ്റ് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കിട്ടാൻ നോക്കാം. കാലിയാണ് കേട്ടോ എയർപോർട്ട്, പ്രത്യേകിച്ച് ആരുമില്ല. കൺവെയർ ബെൽറ്റുകളൊക്കെ വെറുതെ നിൽക്കുകയാണ്. രാവിലെ സുബഹിസ്കരിച്ച് പോരേന്ന് ഇറങ്ങി, ഒരു കാലി ചായ മാത്രമേ കുടിച്ചുള്ളൂ. അതുകൊണ്ട് കണ്ണ് കാണാതെയാണ്. എന്നിട്ട് എന്തായാലും പുറത്തിറങ്ങി ഉടനെ തന്നെ ഇവിടെ നിന്ന് നല്ല ദോശ ഇഡ്ഡലി എങ്ങാനും കിട്ടുമോ നോക്കട്ടെ. ഇവിടെ അടിപൊളി ഒരു പോലീസ് വണ്ടി കണ്ടു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കാണാത്ത റൈറ്റാണ്. നമുക്ക് എന്തായാലും ടാക്സി പിടിക്കാൻ പോവാം. ഇതാണ് എയർപോർട്ട്, ഭയങ്കര വലിയ റോഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പോലീസ് കാറ്. പക്ഷേ ഇത് എയർപോർട്ട് പെട്രോളാണ് കേട്ടോ, നോർമൽ പോലീസിൻ്റെ വണ്ടി അല്ലാന്ന് തോന്നുന്നു. പക്ഷേ അടിപൊളി സാധനമാണ്. കറക്റ്റാ. ഇവിടുന്ന് ടാക്സി പിടിക്കാം, അതാണ് ഏറ്റവും നല്ല പരിപാടി. ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര വലിയ ഫ്ലാഗ്. അതവിടെ ഉണ്ട്. പണി നടക്കുകയായതുകൊണ്ട് കാണുന്നില്ല. ഇവിടെ നാട്ടിലത്തെ മാതിരിയല്ല, നല്ല വെയിലും ചൂടാണ് കേട്ടോ. ഒരു 32 ഡിഗ്രി ചൂടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. നാട്ടിൽ നല്ല മഴയല്ലേ, കണ്ണ് കാണുന്നില്ല, സൂര്യനെ ഉദിക്കില്ല രാവിലെ ഒന്നും. പിന്നെ ആരെ ഷെയ്ഡ്സിനെ പറ്റിയൊക്കെ ആലോചിക്കുക. എന്തായാലും നമുക്ക് ഒരു ടാക്സി വിളിക്കണം. പക്ഷേ ഏറ്റവും വലിയ സൗകര്യം എന്താ വെച്ചാൽ ടാക്സിക്കാർ സാധാരണ നമ്മളെ നേരെ വന്നിട്ട് സാർ ടാക്സി 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 എന്നിങ്ങനെ പറഞ്ഞു വരുന്നു. പക്ഷെ ഇന്ന് എൻ്റെ നേരെ ആരും വന്നില്ല. കാരണം നമ്മൾ ഫ്രീ ആയിട്ടാണ് വന്നത്, കയ്യും വീശി വന്നതായതുകൊണ്ട് ആരും വന്ന് ടാക്സി വേണമെന്ന് ചോദിച്ചില്ല. ഒരു വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇവിടെ ഇങ്ങനെ എന്തോ അന്തം വിട്ട് നടക്കുന്ന ചങ്ങായിയാണ്. സാധാരണ ഒരു ബാഗെങ്കിലും ഉണ്ടാവുമല്ലോ വന്ന് ഇറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് ടാക്സിക്കാരും എൻ്റെ അടുത്തേക്കും കൂടി വരുന്നില്ല. ഞാൻ നോക്കണം എന്താ വെച്ചാൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ നോക്കി. പക്ഷേ ഇവിടെ ഒന്നും റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തൊന്നുമില്ല. റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് ടാക്സി വിളിച്ച് തന്നെ പോകണം. പുതിയ ഇൻ്റർനാഷണൽ ടെർമിനൽ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്, കാണിച്ചു തരാം. ഞാൻ കാറ് വിളിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് വെറുതെ ഒന്ന് ചോദിച്ചു, ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടോ, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നു കേട്ടോ. പുള്ളി പറഞ്ഞ് ഇന്തമാതിരി ഒരു ബിൽഡിങ് അങ്ങ് ഇറുക്ക്, അന്ത ബിൽഡിങ്ങുക്കുള്ളേ റെസ്റ്റോറൻറ്റ് ഇറുക്കെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് പോയിട്ടൊന്ന് നോക്കാം. അത് മെട്രോ സ്റ്റേഷനാണ് ആക്ച്വലി. ഇവിടെ എന്താ പറയുക, എയർപോർട്ടിലേക്ക് മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ എയർപോർട്ട് മെട്രോ സ്റ്റേഷന്. നമുക്ക് സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് കയറിയാലും നേരെ എയർപോർട്ടിലേക്ക് എത്താം. വേറെ പുറത്തൊന്നും ഇറങ്ങണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു CSF ഓഫീസർ ഉണ്ടാവും. നമുക്ക് ബോർഡിങ്ങോ ടിക്കറ്റോ എന്താണോ കയ്യിലുള്ളത് കാണിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് നമുക്ക് ഗേറ്റിലേക്ക് പോവാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ വന്ന് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കിട്ടി. ഇതൊരു ഫുഡ് കോർട്ടാണ് ആക്ച്വലി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നൈയിൽ വന്നപ്പോൾ ആരോ ഒന്ന് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, അതിൻ്റെ തൊട്ടടുത്തൊരു ഫുഡ് കോർട്ടുണ്ട്. ഞാനിതേപോലെ ഭക്ഷണം കിട്ടാത്ത എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ആ സംഭവമാണ്. ഞാൻ കേട്ടത് തെറ്റിയതായിരിക്കും. ഞാൻ പെട്ടെന്ന് പുള്ളി പറഞ്ഞപ്പോൾ മെട്രോൻ്റെ ഉള്ളിലാണ് ഫുഡ് എന്നാണ് വിചാരിച്ചത്. പുള്ളി സംഭവം മെട്രോ സ്റ്റേഷനോട് അടുത്തുള്ള ബിൽഡിങ്ങിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടില്ലേ ഫുഡ് കോർട്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടാക്സിയും കിട്ടും, അത് വലിയ സൗകര്യമാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സി എടുത്തിട്ട് നമ്മളെ കണ്ണൻ സാറിൻ്റെ ഓഫീസിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ നടന്ന് ഫുഡ് കോർട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഫുഡ് കോർട്ട് തുറന്നുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. തുറന്നുണ്ടാവണം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. യെസ്, 24/7 ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സംശയിച്ചാൽ യാതൊരു അർത്ഥമില്ല. പക്ഷേ എന്തൊക്കെ ഐറ്റമാണ് ഉള്ളതെന്നുള്ളത് ഉള്ളിൽ കയറി നോക്കണം. ഇതിൻ്റെ എൻട്രൻസ് എവിടെ എന്നുള്ളത് നോക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. യെസ്, എൻട്രൻസ് എവിടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് കേട്ടോ ടാക്സി പിക്കപ്പ് ഉള്ളത്. നമുക്ക് ഓല യൂബറൊക്കെ ബുക്ക് ചെയ്താൽ 2nd ഫ്ലോറിൽ വരും. ഓക്കെ, ഇതാണ് ഫുഡ് കോർട്ടിൻ്റെ എൻട്രി. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത് നോക്കിയിട്ട്, എനിക്കൊരു വെജ് മീലാണ് കഴിക്കാൻ ഇപ്പോൾ താല്പര്യം. നോക്കട്ടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോയെന്ന്. ഇവിടെ നമ്മളെ ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടാണ്. സംഭവം പേര് ജൂനിയർ കുപ്പണ്ണ എന്നാണെങ്കിൽ ഫോട്ടോയിലുള്ള ആൾ നല്ല സീനിയർ കേട്ടോ. നമുക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ദോശ, പൊറോട്ട, ഗീ റോസ്റ്റ് എടുക്കാം. ഗീ റോസ്റ്റ് ഒരു നൈസ് ദോശ ഇവിടെ. ആ, ടീ എടുക്കാം. ടീ ഇല്ല. ആ, ഓക്കെ.
അപ്പോൾ നമ്മളൊരു നൈസ് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്പ് ദോശകളുണ്ട് കേട്ടോ. ഈ ടിഫിൻ മെനു ആണ് ഇപ്പോൾ അവൈലബിൾ. അതിൽ സേലം ദോശ ഉണ്ട്, ഈറോഡ് മുട്ടൈക്കൽ ദോശ, അത് എഗ് ദോശയാണ് കേട്ടോ. അപ്പം ചായ ഇവിടെ അല്ല, ചായ തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങിക്കണം. എന്തായാലും ദോശ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ബൺ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ബൺ പൊറോട്ട വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ബൺ പൊറോട്ടയ്ക്ക് മട്ടൻ ഗ്രേവികൾ മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ മട്ടൻ കഴിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ദോശ മാത്രം പറഞ്ഞു. ജൂനിയർ കുപ്പണ്ണയിൽ നിന്നും ഒരു ദോശ. എനിക്ക് ഇഷ്ടമായിട്ടോ മൂപ്പര ബ്രാൻഡിങ്ങൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്ത് വസന്ത് ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ കുപ്പണ്ണയിൽ ചായ അല്ലായിരുന്നു. അപ്പോൾ വസന്ത് ഭവനിൽ വന്നപ്പം ഫിൽറ്റർ കോഫി ഉണ്ട്. ഒരു ഫിൽറ്റർ കോഫി ഉണ്ട്. നമുക്കൊരു ഫിൽറ്റർ കോഫി വാങ്ങി വെക്കാം. ചെന്നൈയിൽ വന്നാൽ ഫിൽറ്റർ കോഫി കുടിക്കില്ല നല്ലത് ചായ കുടിക്കണതിനേക്കാളും. ദോശ റെഡി ആയിരുന്നു. ഓക്കെ താങ്ക് യു. സാമ്പാറില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞില്ല കാര്യം. അതായത് ദോശക്ക് സാമ്പാറില്ല, ഗാർലിക് ഗ്രേവി വെച്ചിരുന്നെന്ന് പറഞ്ഞ് മട്ടൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഗാർലിക് ഗ്രേവി എന്ന് പറയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിൻ്റെ ഗ്രേവി ആയിരിക്കണം. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. നല്ല വിശപ്പുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വസന്തഭവനിൽ നിന്ന് വാങ്ങിയ നല്ല അടിപൊളി ഫിൽട്ടർ കോഫി ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ സാമ്പാർ ഇല്ലാത്ത ദോശയാണ് നമുക്ക് കിട്ടിയത്. വിത്ത് ഗാർലിക് ഗ്രേവിയാണ് തന്നത്. ഗാർലിക് ഗ്രേവി മോശമൊന്നുമല്ല കേട്ടോ, സാമ്പാറല്ലാന്നേ ഉള്ളൂ. ഇത് നല്ലൊരു ചമ്മന്തി കാണുന്നുണ്ട്. അടിപൊളി ചമ്മന്തി. സംഭവം ഉഷാറായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായി. നല്ല വിശപ്പുണ്ടായിന്. 1.5 മണിക്കൂർ ഫ്ലൈറ്റിൽ പോസ്റ്റായി ഇരുന്നും ചെയ്തു. നമ്മളെ അൻപേട്ടൻ നല്ല ഉറക്കേന്, അതുകൊണ്ട് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അൻപേട്ടൻ്റെ സൗണ്ടിന് ഗാംഭീര്യം ഉണ്ടെന്നുള്ളൂ. ആൾ ഭയങ്കര പാവാട്ടോ, ഭയങ്കര സ്വീറ്റായിട്ടൊരാൾ. ഞാൻ ജസ്റ്റ് മൂപ്പർ ഉറങ്ങി എണീറ്റപ്പോഴാണ് അടുത്തിരുന്നിട്ടൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ലാൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ അതുവരെ പുള്ളി നല്ല ഉറക്കേനു. ഇന്നലെ എന്തോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന വയ്യാന്ന് തോന്നുന്നു. അവരെ ഫുൾ ക്രൂ ആ ഫ്ലൈറ്റിലുണ്ട്. അടിപൊളി. നമുക്കിപ്പം ബിരിയാണി ഇനി കിട്ടണമെങ്കിൽ ഉച്ചയാവും. ഒരു ദോശയുടെ കഴിച്ചാലോ? എങ്ങനെ കഴിക്കല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ദോശയ്ക്ക്. കഴിക്കല്ലേ ഭയ്യ? ഒരു ദോശ കൂടി സെയിം. പ്ലെയിൻ ദോശ. സംഭവം തമിഴ്നാടാണെങ്കിലും കേരള ആണെങ്കിലും ഒക്കെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഭായിമാരാട്ടോ. ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് തമിഴിലൊക്കെ പറയാൻ ശ്രമിച്ചു നോക്കി, എന്തൊക്കെയോ കാര്യമല്ല. മൂപ്പര് ഹിന്ദിക്കാരനാണ്. ബയ്യന്മാരാണ് സംഭവം മൊത്തത്തിൽ ഓൾ ഇന്ത്യ ഭരിക്കണത്. ആക്ച്വലി ഇവിടുത്തെ രസം എന്താ വെച്ചാൽ ഓർഡർ എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും നമുക്ക് തരുന്നതൊക്കെ ബയ്യ തന്നെയാണ് കേട്ടോ. സംഭവം പണ്ട് നമ്മളെ ക്യാപ്റ്റൻ രാജു സാറ് പറഞ്ഞ മാതിരി എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ കഴുകി വെക്കുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ബയ്യൻ്റെ ഒരു ഓൾ ഇൻ ഓൾ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുപ്പണ്ണക്ക് ലാഭമാണ്. ബയ്യനെ മാത്രം പോയിട്ടേ മതി. ബയ്യ സാധനം റെഡിയാക്കി വെച്ചാണ്. ഇപ്പുറത്ത് കൂടെ വന്നിട്ട് അത് നമുക്ക് മൂപ്പരന്നെ എടുത്തു തരും, ഒന്നും അറിയാത്ത പോലെ. കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദോശ കഴിക്കാൻ പോകണം. ആദ്യത്തെ ദോശ എൻ്റെ പാത്രം മാറ്റി വെക്കണം. ഞാനെന്തോ ഭയങ്കര അടിപൊളി ഫുഡായതുകൊണ്ട് രണ്ടാമത് വാങ്ങി കഴിക്കാമെന്നല്ല കേട്ടോ പറയണത്. എനിക്ക് വിശപ്പുകൊണ്ട് കഴിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ലേനി. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങിയപ്പം നല്ല ചൂടുള്ള ദോശയും, പിന്നെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ചിക്കൻ കറി വെക്കണമായിട്ടുള്ള ടേസ്റ്റുള്ള ഗാർലിക്കാണ് കൂടുതലും. പക്ഷേ ഒരു ചിക്കൻ സ്റ്റോക്കൊക്കെ ഇട്ട പോലെ തോന്നുന്നുണ്ട്. നല്ല എരിവുള്ള ഒരു ചിക്കൻ കറിയും ചൂട് ദോശയൊക്കെ കിട്ടിയാൽ നമുക്ക് വിശപ്പും ഉണ്ടെങ്കിലേ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ. അതുകൊണ്ട് രണ്ടാമത് വാങ്ങി തന്നെ പറഞ്ഞുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാനെന്തോ കുപ്പണ്ണനെ പ്രൊമോട്ട് ചെയ്തൊന്നുമല്ല. ഇതും കേട്ടിട്ട് മസ്റ്റ് ട്രൈ എന്നെന്തോ പറഞ്ഞോണെന്ന് വിചാരിച്ചിട്ട് കുപ്പണ്ണയിൽ കൂടി വന്ന് നിന്നെ ചീത്ത പറയരുതേ. ഈ ഫുഡ് കോർട്ടുള്ള ബിൽഡിങ്ങിൻ്റെ എല്ലാ ഫ്ലോറിലും പാർക്കിങ്ങിലൊക്കെ ഇതുപോലെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് വലിയൊരു സൗകര്യമായിട്ട് ശരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ എടുക്കണ്ട. നമ്മൾ ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നാലും പാർക്ക് ചെയ്യാൻ വന്നാലും യൂബർ എടുക്കാൻ വന്നാലൊക്കെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ഇവിടെ അറിയാൻ പറ്റും. അങ്ങനെ നമ്മളൊരു യൂബർ എടുത്തിട്ട് ഇവിടുന്ന് നേരെ കണ്ണൻ സാറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ ശരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ എത്തിയാൽ മതിയല്ലോ നമ്മൾ ആവശ്യം നടക്കാൻ. അതാണ് കേട്ടോ എയർപോർട്ടിലേക്കുള്ള മെട്രോ വരുന്നത്. വൈകുന്നേരം നമുക്ക് എന്തായാലും മെട്രോയിലൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, രാവിലെ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് 1 മണിക്കൂർ സമയമെടുക്കുമെന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്.
എന്തായാലും കുറച്ച് നേരം വണ്ടിയിൽ ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ കേട്ട് സമാധാനമായിട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ കണ്ണൻ സാറിൻ്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. സംഭവം കണ്ണൻ സാറിനെ വിളിച്ചിട്ട് ഈ സെക്യൂരിറ്റിനോട് ഒരു എൻട്രി പാസ് ഒപ്പിച്ചു തരാൻ പറയണം. കാരണം ഇവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും കേട്ടും തോന്നുന്നില്ല. പിന്നെ ഈ ഓഫീസ് ഞാൻ ഷൂട്ട് ചെയ്യണില്ല കേട്ടോ. മൊത്തത്തിൽ ഈ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ കണ്ണൻ സാറിന് എൻ്റെ ഈ യൂട്യൂബ് പരിപാടിനെ പറ്റി യാതൊരു ധാരണയില്ല കേട്ടോ. അത് ഞങ്ങളോട് പറയാൻ മറന്നുപോയതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ വരാമെന്നാണ് മൂപ്പര് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഷൂട്ട് ചെയ്താൽ ഇന്നേയും മൊബൈലും ഒക്കെ കൂടി എടുത്തിട്ട് റോട്ടിലേക്ക് തന്നെ ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണ് സംഭവം എന്നൊക്കെ നോക്കട്ടെ. സംഭവം സെക്യൂരിറ്റിൻ്റെ അടുത്ത് ജാതകം വരെ എഴുതി കൊടുത്തണെങ്കിലും സെക്യൂരിറ്റി നല്ല ഒരാളേനെ കേട്ടോ. മൂപ്പര് ചായ കുടിക്കാൻ, അപ്പം എന്നോട് ചായ വേണമെന്നൊക്കെ ചോദിച്ചു. എന്തായാലും നമ്മളെ ഡീറ്റെയിൽസൊക്കെ വാങ്ങി വെച്ച് ഉള്ളിൽ കയറ്റി വിട്ടിട്ട് നമുക്കിനി കണ്ണൻ സാറെ തപ്പിപ്പിടിക്കാം. ഇവിടെ റിസപ്ഷനിൽ ചോദിച്ചാൽ ക്യാബിനെ അതാ കാണിച്ചിരുന്ന് പറഞ്ഞാണ്. പോയി നോക്കട്ടെ. മിഷൻ സക്സസ് ഗൈസ്, മിഷൻ സക്സസ്. നമുക്ക് തലപ്പാക്കട്ടി ബിരിയാണി കിട്ടിയിരിക്കുകയാണ്. ദിസ് ഈസ് തലപ്പാക്കട്ടി ബിരിയാണി, ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ഫ്രം ദ മെസ്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇവിടുത്തെ മെസ്സിലെ ചേട്ടൻ ഓർഡർ എടുക്കാൻ ക്യാബിനിൽ വന്നപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് ആ ജീൻസിൻ്റെ ഷർട്ട് ഇട്ട ചേട്ടനാണ് മെസ്സിലെ ചേട്ടൻ. അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഈ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആളല്ല കണ്ണൻ സാർ, ഇത് ഡോൺ ബോസ്കോ, കണ്ണൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. സംഭവം കണ്ണൻ സാറിന് ഒരു അർജൻറ്റ് മീറ്റിംഗ് കുടുങ്ങിയതുകൊണ്ട് നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഡോണിൻ്റെ കൂടെ വിട്ടതാണ്. അപ്പോൾ ഇതാണ് തലപ്പാക്കട്ടി ബിരിയാണി. ശരിക്കും സംഭവം അടിപൊളിയായി. ഒരു 12 മണിയൊക്കെ ആകുമ്പം ആ ചേട്ടൻ വന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ഒരു ഓർഡർ എടുത്തു. അപ്പോൾ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി പറഞ്ഞു. അത് പുള്ളി വാങ്ങിച്ച് മെസ്സിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചു. ഡോണ് വേറെന്തോ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഡോണ് ഡയറ്റിലാന്ന് തോന്നുന്നു. ചപ്പാത്തിയും ഒരു എഗ്ഗ്, എന്തോ ഒരു ചിക്കൻ ഫില്ല് ചെയ്തൊരു എഗ്ഗ്. അപ്പോൾ അതിനോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഡോണ് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസും കൂടി എടുത്തു. ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടം വരെ വന്നു എന്നുള്ളതുകൊണ്ടാണ് ഡോൺ അതിശയിച്ച് അങ്ങനെ നിൽക്കുന്നത്. ഡോണിന് എപ്പോഴും കാര്യം മനസ്സിലായില്ല എന്താണ് ഞാൻ ഈ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡോണിന് നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് കാര്യം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഡോൺ വിചാരിക്കില്ല എനിക്കെന്തോ തരാറുണ്ടെന്ന്. നമുക്കെന്തായാലും കഴിച്ചു നോക്കാം. ഇവിടെ ബാക്കി എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരുന്നു കേട്ടോ. എല്ലാ സ്റ്റാഫും വന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊരു സ്റ്റൈൽ ബിരിയാണിയേ അല്ല, മസാല വേറെയും ചോറ് വേറെയല്ല, ഒരുമിച്ചിട്ടുള്ളൊരു വെപ്പാണ് കേട്ടോ. ഗൈസ്, ഇതിലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട ഒളിച്ചിരിപ്പുണ്ട്. യെസ്, കോഴിമുട്ട അങ്ങനെ എല്ലാ ബിരിയാണിയിൽ നിന്നും അങ്ങനെ കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ ബിരിയാണികളിൽ ഞാൻ അങ്ങനെ കണ്ടില്ല കോഴിമുട്ട. എന്തായാലും ഇതിൽ കോഴിമുട്ട ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതേപോലെ ഇതിന് നല്ല ആഴമുണ്ട്. ഇത് എടുത്തിട്ട് തീരുന്നില്ല ബിരിയാണിയൊന്നും. ഞാൻ ഡോണിനോടൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷേ ഡോൺ സ്ട്രിക്റ്റ് ഡയറ്റിലാന്ന് തോന്നുന്നു. ഡോൺ വേണ്ടായിരുന്നു. കാരണം ഡോൺ 4 ചപ്പാത്തി പറഞ്ഞപ്പോൾ ആ ചേട്ടൻ 6 ചപ്പാത്തി കൊണ്ടുവന്നു. സംഭവം നമ്മളും ഡയറ്റിലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്നത് കാണുമ്പോൾ പിന്നെ ഡയറ്റൊക്കെ നമ്മൾ ആലോചിക്കുമോ. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ മാത്രമേ ഇന്നിവിടെ തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ. വേറെ ആരും ഓർഡർ ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. സംഭവം ഈ ഗ്രേവി കൂട്ടി കഴിക്കണം എന്ന് ഡോൺ പറഞ്ഞു. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്തിനാ അപ്പോൾ ഗ്രേവിയൊക്കെ, ചിക്കൻ കറി നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് കൂട്ടില്ലല്ലോ. പക്ഷേ അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഈ ചേട്ടനാണ് നമ്മൾ മെസ്സിലെ ചേട്ടൻ. ചേട്ടൻ്റെ പേര് ശരവണൻ ഓർ സംതിങ് എന്തോന്നായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ എന്നോട് മറന്നുപോയി, സോറി. പിന്നെ ഡോണിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാഷ് ചെയ്തോളി, കാരണം വെറുതെ നിങ്ങളെ സമയം കളയേണ്ടവർക്ക് പഞ്ചിങ്ങൊക്കെ ഉള്ളതല്ലേ. എനിക്കിത് തിന്ന് തീർക്കാൻ പറ്റും തോന്നുന്നില്ല. തീർത്തില്ല മിക്കവാറും ആ ചേട്ടൻ്റെ ചുമരുമ കയറ്റും. അതുകൊണ്ട് ഞാൻ പേടിച്ചിരുന്ന് കഴിക്കുകയാണ്. എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് എണീക്കാൻ പോകുന്നുള്ളൂ. ആരും ഷെയർ കൂട്ടാൻ വയ്യ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഫുള്ള് തലപ്പാക്കട്ടി ബിരിയാണി ഒരു വറ്റ് പോലും ബാക്കിയാക്കാതെ കഴിച്ചിരിക്കുകയാണ്. ഈ ചേട്ടനെ പേടിച്ചിട്ടൊന്നല്ല കേട്ടോ കഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് കഴിക്കുക. ഈ ചേട്ടൻ ഇവിടെ ആർക്കോ വേണ്ടി ടേബിൾ സെറ്റ് ആക്കുന്നുണ്ട്. ഒരു ടർക്കിയൊക്കെ വെക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അന്വേഷിക്കണം. പിന്നെ ഇവിടെ ഒരു അക്ക ഉണ്ട്. അക്കയാണ് നമുക്ക് ചുടുവെള്ളമൊക്കെ കൊണ്ടുതന്നത്. ചുടുവെള്ളമോ തണുത്ത വെള്ളമോ എന്താ വേണ്ടി വെച്ചാൽ പറഞ്ഞാൽ കിട്ടും. ഏതായാലും നമ്മൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എഴുന്നേക്കാം. സംഭവം ചേട്ടൻ പറഞ്ഞു അക്ക ക്ലീൻ ആക്കിക്കോളൂ, നിങ്ങളവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് മോശമല്ലേ. നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ട് അവർ നമ്മളെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ തന്നെ കണ്ട് എല്ലാ സൗകര്യം ചെയ്തതെന്നാണ് അവരെ മെസ്സിൽ. അപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ വെച്ച് പോകാൻ. പിന്നെ ഞാൻ മെസ്സ് അധികം ഷൂട്ട് ചെയ്യാത്തത് എല്ലാവരും ഭക്ഷണം കഴിക്കല്ലോ, അവർക്ക് ബുദ്ധിമുട്ടാണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അവിടെ എത്തിയപ്പോൾ അക്ക പറഞ്ഞു അത് ചെയ്യണ്ട, അവിടെ വെച്ചാൽ മതി, അക്ക ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇത് സംഭവം ഈ കമ്പനീൻ്റെ MD-മാരൊന്നും ഇവിടെ സ്ഥലത്തുണ്ട്. അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ്. ഏതായാലും ഓരോ കണ്ണ് പെടുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. അത് ശരിക്കേ ഒരു ബിരിയാണി അല്ല കേട്ടോ, ഒരു 1.5 ബിരിയാണിയാണ്. ഓ, എന്തായാലും അത് ഫുള്ളിരുന്ന് കഴിച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ചേട്ടൻ്റെ തലക്ക് കുത്താൻ സാധ്യതയുണ്ട്. തലപ്പാക്കട്ടി ബിരിയാണിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കച്ചറുണ്ടാക്കിന് വന്നപ്പോൾ മുതൽ. അല്ല കേട്ടോ, തമാശ പറഞ്ഞാണ്. ഡോണ് എന്തോ ഒരു എന്താ ചിക്കൻ ഓംപ്ലേറ്റോ അതും ചപ്പാത്തിയാണ് പറഞ്ഞത്. ഡോൺ ഡയറ്റിലാണെന്ന് പറഞ്ഞു. ഞാനും ഡയറ്റിലാണല്ലോ. ഞാൻ ഡോണിനോട് പറഞ്ഞു നോ, ഇങ്ങനെയൊന്നും ഡയറ്റ് നോക്കരുത് ഡോൺ. തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്ന ദിവസം തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി കഴിക്കൂ എന്ന് ഞാൻ ഡോണിനോട് പറഞ്ഞു. പക്ഷേ ഡോണിന് അങ്ങോട്ട്
പ്രലോഭനത്തിൽ വീഴ്ത്താൻ പറ്റുന്നില്ല. ഡോണിനെ കോഴിക്കോട് കൊണ്ടുപോകണം, എന്നിട്ട് കോഴിക്കോടൻ ബിരിയാണി കൊടുക്കണം. അതിന് ശേഷം ഡോൺ ബിരിയാണി കഴിച്ചോളൂ, ഡയറ്റാണെങ്കിലും അല്ലെങ്കിലും. 6:30 നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് മെട്രോയിൽ പോകാമെന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ. അപ്പോൾ ടാക്സി എടുക്കാതെ നമുക്ക് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് അടുത്ത മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് മെട്രോയിൽ കയറി നേരെ എയർപോർട്ടിൽ പോവാം. അതൊന്ന് കാണാമല്ലോ. എന്നിട്ട് നേരെ 6:30 ഫ്ലൈറ്റിന് കോഴിക്കോട്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണൻ സാർ. കണ്ണൻ സാറിനോട് ഞാൻ പറയായിരുന്നു ഞാൻ ഡോണിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ മെസ്സെന്ന് എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴും കണ്ണൻ സാറിന് അറിയില്ല നമ്മൾ ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് പുള്ളിക്ക്, ഞാൻ ജോലിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കണ്ടൻറ് ക്രിയേഷൻ പരിപാടി ചെയ്യുന്നുണ്ടെന്നും അത് കോവിഡിൽ സ്റ്റാർട്ടായതാണെന്നും നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇപ്പോഴും ചെറിയ രീതിയിൽ മുന്നോട്ട് ചെയ്തു പോകുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പുള്ളിക്ക് പരിചയമുള്ള ഇജാസിൽ നിന്നും ഇതുപോലൊരു വീഡിയോ പരിപാടിയൊന്നും ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടപ്പം. ഞാൻ പോയി നോക്കുക എന്നുള്ള പരിപാടിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി പുള്ളിക്ക്. ഇന്ന് ഞാനിങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദിണ്ടിക്കൽ തലപ്പാക്കെട്ട് ബിരിയാണി ഓഫീസിൽ കിട്ടും എന്ന് കേട്ടിട്ട് അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പം ഒരുപാട് ചിരിച്ചു. എന്തായാലും നമ്മൾ ഒരുപാട് വിഷ് ചെയ്താട്ടോ വിട്ടത്. ഹാപ്പി മീറ്റിംഗ്. താങ്ക്സ് ഫോർ മൈ ദിണ്ടിക്കൽ തലപ്പാക്കെട്ട് ബിരിയാണി. താങ്ക് യു സോ മച്ച്. നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൻ സാർ കമ്പനിയിലെ വണ്ടി റെഡിയാക്കി തന്നു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ട, അതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. കോയമ്പേട് മെട്രോ സ്റ്റേഷനാണ് ഇവിടെ തൊട്ടടുത്തുള്ള മെട്രോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മെട്രോ കയറി എയർപോർട്ടിലേക്ക് പോകാം. നല്ല ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി വരെ ഇനി ഒന്നും കഴിക്കാൻ കഴിയില്ല. രാത്രിയും കഴിച്ചാൽ ശരിക്കും കുറ്റം കിട്ടും. അത്രക്ക് ബിരിയാണി ഞാൻ കഴിച്ചാണ്. ഇവിടെ ലിഫ്റ്റ് കാണുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റിൽ കയറി നേരെ മെട്രോയിൽ കയറി എയർപോർട്ടിൽ പോകാം. ഓ അത് ശരി, ടിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടില്ല. ടിക്കറ്റ് വാട്സപ്പിൽ വരിക കേട്ടോ. അത് കാണിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംവിധാനം കാണുന്നത് മെട്രോയിൽ. അത് നല്ല അടിപൊളി സംവിധാനം കേട്ടോ. നമുക്ക് ടിക്കറ്റ് കയ്യിൽ പേപ്പറായിട്ട് കിട്ടില്ല. നമ്മളെ വാട്സപ്പ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു QR കോഡ് വരും. അപ്പോൾ നമ്മൾ സാധാരണ ഗേറ്റ് തന്നെയാണ്, അവിടെ ഒരു ക്യാമറ ഉണ്ട്. അതിൽ നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുത്താൽ ഗേറ്റ് ഓപ്പൺ ആവും. വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു കേട്ടോ. കൊടുക്കില്ല എന്നല്ല പറഞ്ഞു, പക്ഷേ വെറൈറ്റിയാണ്. ഓരോരോ പുതിയ പുതിയ സംഭവങ്ങൾ പരീക്ഷിക്കുന്നു. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഓപ്പോസിറ്റുള്ള പ്ലാറ്റ്ഫോമാണ് വരുന്നത്. പക്ഷെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണോ നിൽക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാനവിടെ കയറി വന്നേ ഉള്ളൂ. എനിക്ക് ഏതായാലും സമയമുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ആരും പേടിയില്ല എന്നല്ലേ. അതാണ് സംഭവം. ഫ്ലൈറ്റ് പോകുന്നുള്ള ബേജാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കളിയൊക്കെ കളിക്കണത്. ഓക്കെ, ഇവിടെ ഒരു മാപ്പ് ഉണ്ട്, നമുക്ക് ഇതിൽ നോക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി CMD ഓക്കെ ഗൈസ്, അടിപൊളിയായിരിക്കുകയാണ്. നമുക്കിതിലല്ല പോകേണ്ടത്. നമുക്കിതാ ഈ ട്രെയിനിലായിരുന്നു പോകേണ്ടത്. അതിന് പകരം ഞാൻ ചാടി കയറി കിട്ടിയ എസ്കലേറ്റർ കയറി വന്നത് നേരെ ഓപ്പോസിറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പോകണം. എന്നിട്ട് അടുത്ത ട്രെയിനിന് പോവാം. ഇല്ല, ഒന്നും പറ്റിയില്ല. നമ്മളിവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് എയർപോർട്ടിലേക്കാണെങ്കിൽ അടുത്ത ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിനിൽ കയറിയാൽ മതി, എവിടുന്നും ഇൻ്റർചേഞ്ചും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. നേരെ എയർപോർട്ടിലേക്കാണെന്ന് പറഞ്ഞത്. സ്പെഷ്യൽ വണ്ടിയാണെന്ന് തോന്നുന്നത്. ഏതായാലും കറക്റ്റ് നമുക്ക് കയ്യിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ലക്ക് എന്നൊക്കെ പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ പോയൊക്കെ വൻ വിജയം കേട്ടോ. കാരണം നമുക്ക് ബിരിയാണിയും കിട്ടി. ഞാനൊരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ബിരിയാണി കിട്ടുന്നത്. ബിരിയാണി കിട്ടി. വേണ്ടില്ലേ, ഞാൻ ഇറങ്ങാൻ പോയേനി. ജസ്റ്റ് ഒരു ചേച്ചിനെ കണ്ടു, സെക്യൂരിറ്റി ചേച്ചിനെ. എയർപോർട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ നിന്നോ, അടുത്ത വണ്ടി എയർപോർട്ട് വണ്ടിയാണെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെന്ന് കണ്ടിനി. പക്ഷെ ആ ചേഞ്ചൊന്നും പറഞ്ഞില്ല. പോയി നോക്കാം, ഒരു എയർപോർട്ടേ എന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെ എയർപോർട്ടൊന്നും ഇല്ലേക്കും. ഓക്കെ, നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. ഗൈസ്, വീണ്ടും പെട്ടു. ഈ ട്രെയിനല്ല, നെക്സ്റ്റ് ട്രെയിനാണ്. ചേച്ചി പറഞ്ഞ റെഡിയാണ്, നെക്സ്റ്റ് ട്രെയിൻ എന്നാണ് പറഞ്ഞത്. ഈ ട്രെയിൻ അവിടെ നിന്ന് വരുന്നത് കണ്ടപ്പോഴാണ് ചേച്ചിനോട് നെക്സ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ ട്രെയിൻ കണ്ടിട്ടില്ലേന്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് നേരെ എയർപോർട്ടിലേക്കാണ്. പറഞ്ഞു തന്ന ചേച്ചി ഇവിടെ കേട്ടോ. ചേച്ചി സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കളി കണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. കാരണം ചേച്ചിക്ക് മനസ്സിലായിരുന്നു, ചേച്ചി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വണ്ടി കയറി വേറെ എവിടെയെങ്കിലും പോകുന്നു, എയർപോർട്ടും വിമാനവും ഒന്നും പിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ചേച്ചിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഹോദരിൻ്റെ സ്ഥാനത്ത് എൻ്റെ സൈഡിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എയർപോർട്ടിലെ വണ്ടിക്ക് കയറ്റി വിട്ടിട്ട് ഇനി ചേച്ചി ഒരു ചായ വെള്ളമോ പോലും കുടിക്കാൻ പറഞ്ഞു പോകുന്നു. എനിക്ക് ആ മുഖത്തുനിന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. സന്തോഷം തമിഴ്നാട് ഗവൺമെൻറ്റിനും തമിഴ്നാട്ടിലെ ജനങ്ങളും. ഈ എഴുതിയിരിക്കുന്നതാണ് എയർപോർട്ട് 5 minutes എന്നാണ്. ഞാൻ എങ്ങനെ ഇത് വായിച്ച് പഠിച്ചു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇംഗ്ലീഷ് കാണിച്ചു. ഇതാവുന്നു വീണ്ടും വന്നു.
എയർപോർട്ട് 5 minutes. ഓക്കെ, അപ്പോൾ ചേച്ചി മാറിയില്ല, ചേച്ചി ഈസ് സ്റ്റിൽ ഹിയർ ബിക്കോസ് നമ്മളില്ലെങ്കിൽ എയർപോർട്ടിലേക്കല്ല റെയിൽവേ സ്റ്റേഷനിലേക്കോ വേറെ ഏതെങ്കിലും നാട്ടിലേക്കോ പോകുന്ന ചേച്ചിക്ക് ഉറപ്പാണ്. അപ്പോൾ ചേച്ചി സ്റ്റിൽ സ്റ്റാൻഡിങ് ദർ. 5 minute കാത്തുക്കണം. ഓക്കെ, 4 minute കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറാം. ഓക്കെ, ഇതാണ് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാര്യമായിട്ട് പരസ്യമൊക്കെ ഉണ്ടല്ലോ. താങ്ക് യു. ഓക്കെ, ട്രെയിനിൽ കയറാം. ഇവിടെ ഈ സ്ക്രീനിൽ നമുക്കിങ്ങനെ കാണാം കേട്ടോ, നമ്മൾ ഏത് ട്രാക്കിലാണ് ഇപ്പോൾ പോകുന്നതെന്നും വരാൻ പോകുന്ന സ്റ്റേഷൻ ഏതാണെന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം. ആ ലൈറ്റ് മിന്നി കിടക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന സ്റ്റേഷൻ. ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റേഷൻ കേട്ടോ. നമ്മളിപ്പോൾ ഗ്രീൻ ലൈനിലാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കുറേ വയലുകളൊക്കെ കാണാം. അപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് എയർപോർട്ട് ഉള്ളത്. എന്നാലും മെട്രോ സൗകര്യം ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് സുഖമാണ് എത്തിപ്പെടാനൊക്കെ. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ എത്തിയാണ്. ആ ഒരു ഇൻ്റർ കണക്ഷൻ ജംഗ്ഷനിലൊക്കെ നമ്മൾ മാറിക്കയറേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ബാക്കി പരിപാടി നോക്കാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്കൊരു QR കോഡല്ലേ കിട്ടിയത്, വാട്സപ്പിൽ വരികയല്ലേ ചെയ്തത്. അതേ QR കോഡ് തന്നെ ഇവിടെ എക്സിറ്റിൽ സ്കാൻ ചെയ്ത് പുറത്തിറങ്ങിയാൽ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ആൾക്കാരായതുകൊണ്ട് വേറെ മെട്രോന്ന് താഴേക്ക് ഇറങ്ങണ്ട, നേരെ ടെർമിനലിലേക്കൊരു ടണലുണ്ട്. ആ ടണൽ വഴി നടന്നാൽ നമുക്ക് എയർപോർട്ടിലെ ടെർമിനലിലേക്ക് എത്താം. ഓക്കെ, പോയി നോക്കാം. ഇവിടെ മെട്രോയിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇതിലുണ്ട് ഡൊമസ്റ്റിക് ടെർമിനൽ എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ നേരെ അത് നോക്കി അങ്ങനെ പോയാൽ മതി. T1 നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മൾ രാവിലെ നടന്നു പോയ സ്ഥലം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയില്ലേ, ആ സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ഇതേപോലെ മെട്രോന്ന് പുറത്തൊന്നും ഇറങ്ങാതെ നേരെ നമുക്ക് T1 പോകട്ടോ. അതൊരു ഭയങ്കര സൗകര്യമുള്ള സംഗതിയാണ്. ഈ പാസേജിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഫ്ലൈറ്റും, അതേപോലെ ഏതാണ് ഗേറ്റ് കാര്യങ്ങൾ ഒക്കെ, ഡിപ്പാർച്ചർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് നോക്കി ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ T1 ഡിപ്പാർച്ചർ ഡീറ്റെയിൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. T1 കാലിക്കറ്റ് കാണുന്നില്ലല്ലോ. ഇല്ല, നമ്മളെ സമയമായില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമുക്ക് ടൈമുണ്ട്. ചെന്നൈയിൽ സത്യം പറഞ്ഞാൽ ഈ മെട്രോ എയർപോർട്ടിലേക്കുള്ള വലിയ സൗകര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ട്രാഫിക്കിൽ വെറുതെ കിടക്കണ്ട. ഞാൻ രാവിലെ ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണൻ സാറിൻ്റെ ഓഫീസിലെത്താൻ 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ടാക്സിയിൽ. അതിൽ കൂടുതൽ സമയവും ട്രാഫിക്ക് കിടക്കുക ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രോ ആകുമ്പോൾ നമുക്ക് എവിടെ സ്റ്റക്ക് ആവണ്ട. നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് വന്ന് കയറാം. ഈ ടണൽ വഴി എയർപോർട്ടിൻ്റെ ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് എത്താം. അപ്പോൾ ഈ ടണലിൻ്റെ എൻഡിൽ അവിടെ ചെക്കിംഗ് ഉണ്ടാവും. അവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ചാൽ നേരെ ടെർമിനലിലേക്ക് കയറാം, പുറത്തൊന്നും ഇറങ്ങണ്ട. അത് വലിയൊരു യൂസ്ഫുള്ളാണ്. അതേപോലെ ഭയങ്കര വ്യത്യാസമാണ് എന്താ പറയുക ഫൈനാൻഷ്യലി. കാരണം നമ്മൾ ടാക്സിക്ക് ഏതാണ്ട് ഇവിടുന്ന് കണ്ണൻ സാറിൻ്റെ ഓഫീസിലേക്ക് 950 രൂപ ഉണ്ട് ടാക്സിക്ക്. മെട്രോ വെറും 40 രൂപയുള്ളൂ. 950 രൂപയും 40 രൂപയും തമ്മിൽ 910 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ചെക്കിംഗ് ഗേറ്റ് ഉണ്ട് CISFൻ്റെ. ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് നേരെ കയറാം. ഇതിൽ ബോർഡിങ് എടുക്കാം. നമുക്ക് ആദ്യം ബോർഡിങ് പ്രിൻ്റ് ആവുന്നുണ്ട്. ബോർഡിങ് എടുത്തിട്ട് ID പ്രൂഫും കാണിച്ചിട്ട് സെക്യൂരിറ്റി ക്ലിയർ ചെയ്ത് കയറാം. ഓക്കെ, ഇതാണ് സൗകര്യം. നമുക്ക് മെട്രോ ഇറങ്ങി ആ ചെക്കിങ്ങും കഴിഞ്ഞ് പോന്നാൽ നേരെ ടെർമിനലിൽ കയറാം. T1 ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. കുറേ ഫ്ലൈറ്റ്സ് ഉണ്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടാവലുണ്ട്. അപ്പം അത്യാവശ്യം ആളുണ്ടാവും. എന്തായാലും നമുക്ക് വേറെ ബാഗേജും ലഗേജും ഹാൻഡ് ബാഗും ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ബോഡി ചെക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറട്ടെ. എയർപോർട്ട് ഒരുപാട് കാണിക്കാനൊന്നുമുള്ളൊരു വലിയ സംഭവം എയർപോർട്ടായിട്ട് എനിക്കിതുവരെ തോന്നിയില്ല. ചെന്നൈ എയർപോർട്ട് അതോറിറ്റിൻ്റെ കീഴിലുള്ള എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഒരു ചായ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ നോക്കാം. നമ്മുടെ അടുത്ത് ആക്ച്വലി ചെക്ക് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ആകെ 3 സാധനമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഈ ക്യൂവിൽ ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരെ ബാഗ് ക്ലിയർ ആവാനുണ്ട്. ഒരു ബെൽറ്റ് പോലും ഇട്ടില്ല ഞാൻ. ആ ചേട്ടൻ്റെ ബെൽറ്റെങ്കിലും ഉണ്ട്. എന്താ ചെയ്യുക, നമ്മൾ ബിരിയാണി ഒക്കെ വന്നല്ലേ. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ തന്നെയാണ് കാര്യമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ ഇവിടെ ഉള്ളൂ. ചെന്നൈ എയർപോർട്ടിലെ ഡൊമസ്റ്റിക്കിൽ കേട്ടോ. ഇൻ്റർനാഷണൽ ഞാൻ പോയി നോക്കിയില്ല ചെന്നൈയിൽ നിന്ന്. അത്യാവശ്യം നല്ലൊരു ടെർമിനൽ അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ. ഇതിവിടെ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഷോപ്പുകളുണ്ട്.
ഈ ഒരു ഏരിയയിൽ ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയാണ്, അപ്പുറത്തെ ഏരിയയിൽ ഫുഡ് കോർട്ടും ഉണ്ട്. അങ്ങനെയാണ് വലിയൊരു സിസ്റ്റം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണാം. പോത്തീസിൻ്റെ ഒരു ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെന്നൈ വിസിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് എയർപോർട്ടിൽ നിന്ന് പോത്തീസിൽ നിന്ന് എന്തെങ്കിലും സാരിയൊക്കെ വാങ്ങി പോകാമെന്ന് വെച്ചിട്ടായിരിക്കും. ഇത് വന്നിട്ട് ഇങ്ങനൊരു എന്താ പറയുക, ഒരു കോംപ്ലക്സ് പോലെ സെറ്റ് ചെയ്തതാണ്. നല്ല രസമാണ് അങ്ങനെ കാണാൻ. ഇതാ രാംരാജ് ഉണ്ട്, കുറേ ബ്രാൻഡുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് സോൺ 2 കണ്ടുപിടിക്കണം. സോൺ 2 എന്നാണ് നമുക്കുള്ള ഫ്ലൈറ്റ്, കാലിക്കറ്റ് ഫ്ലൈറ്റ്. ഞാനിപ്പം സോൺ 1 ഉള്ള ഏരിയയിലാണുള്ളത്. ഇനി സോൺ 2 കണ്ടുപിടിക്കണം. അതിന് മുന്നേ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് നടത്തിയതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സോൺ 1. നമുക്ക് സോൺ 2ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് സോൺ 2 പോയിട്ട് നമ്മളെ ഗേറ്റൊക്കെ ഒന്ന് കണ്ടു വെക്കാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ സമയമാകുമ്പം ഓടിപ്പാഞ്ഞിട്ട് ഗേറ്റ് ഏതാണെന്ന് മനസ്സിലാവില്ല. നമ്മളെ ഗേറ്റ് നമ്പർ 13 ഗേറ്റ് നമ്പർ 13 എവിടെയെന്ന് നോക്കട്ടെ. ഇതൊക്കെ ഞാൻ നേരത്തെ ഇപ്പോൾ ഉള്ളിൽ കയറി ഇറങ്ങില്ലേ, അതിൻ്റെ മറ്റൊരു സൈഡാട്ടോ ഇത്. സംഭവം ചെറിയൊരു ഏരിയയാണ്, മൊത്തം പ്ലൈവുഡ് വെച്ചുണ്ടാക്കിയ ഒരു ഗണ്ടോള സെറ്റപ്പാണ് സംഭവം. അല്ലാതെ ഇത് നേരത്തെ ഉണ്ടായ ഒരു ബിൽഡിംഗ് ഒന്നുമല്ല. ഇത് പിന്നീട് കൺസ്ട്രക്ഷൻ ചെയ്തുണ്ടാക്കിയത്. അതിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടുണ്ട്, ലോഞ്ചുണ്ട്, ബാറുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ നമുക്ക് സോൺ 2 കണ്ടുപിടിക്കാം. ഒരുപാട് ചായ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലായിടത്തും മസാല ചായ ഉള്ളത് ഞാൻ നോക്കുമ്പോൾ. എനിക്ക് പ്ലെയിൻ ചായ വേണം. അതിന് താഴെ ഒരു സ്ഥലത്ത് ഒരു കട ഞാൻ കണ്ടുവച്ചതുണ്ടായിരുന്നു, അവിടെ പോകണം. നമ്മുടെ ഗേറ്റ് 15 അപ്പം 14 to 16 താഴോട്ട് എന്നാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് താഴെ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ് ഗേറ്റ്. താഴേക്ക് ഇറങ്ങാം. ഇതൊരു എന്താ പറയുക, നോർമലിലും അധികം നീളം കൂടിയ ഒരു എസ്കലേറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏതാണ്ട് ഇറങ്ങുന്നത് 2 നിലേൻ്റെ സംഭവം, 2 നിലയാണെങ്കിലും ഇതൊരു 3-4 നിലേൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള നീളത്തിലുള്ള എസ്കലേറ്ററാണ്. പെട്ടെന്ന് കയറുമ്പം ഒരു കൺഫ്യൂഷൻ ആവും, ഇതെന്ത് എത്ര താഴ്ചയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗേറ്റുള്ള ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ, കാരണം സമയം 5:20 ആയിട്ടുള്ളൂ. നമുക്ക് 6:30 ഫ്ലൈറ്റ്. ഓക്കെ, എന്തായാലും ഞാൻ പണ്ട് കണ്ടുവച്ചൊരു ചായപ്പീടി ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് നീക്കിയോ എന്നൊക്കെ സംശയമുണ്ട്. വേറെ എന്തൊക്കെയോ കാണുന്നത്, ഇതല്ല ഏതായാലും നോക്കട്ടെ. യെസ്, ഈ ചായപ്പീടിയാണ്. ഒന്ന് കയറി നോക്കട്ടെ. അതായിരിക്കണം നമ്മുടെ ഫ്ലൈറ്റ് 1810-607197 കോഴിക്കോട് എന്നല്ലേ എഴുതിയത് തമിഴിൽ. കോഴിക്കോട് തന്നെയാണ്, കാലിക്കറ്റ് എന്നായിരുന്നു അത് എഴുതിയത്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാനൊരു മണിക്കൂർ നേരത്തെ ആയിപ്പോയി. അതായത് ഞങ്ങളോട് 5:30 എന്ന് പറഞ്ഞില്ലേ, സംഭവം 5:30 ആയില്ലേ, 4:30 ആയിട്ടേ ഉള്ളൂ. എനിക്കെന്തോ പറ്റിയാണ്. 1 മണിക്കൂർ മുന്നായിട്ടാണ് ഞാൻ മൊത്തത്തിൽ കണക്കൂട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റ് 6:10 ഇനിയിപ്പം 5:30-6 മണി 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ താഴത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മുകളിൽ വന്നപ്പോഴാണ് മനസ്സിലായത് മുകളിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമ്മൾ ഈ കണ്ട സ്ഥലമൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച്. വിമാനത്തിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യേണ്ട ടീമാണ്. പക്ഷേ അതുപോലെ ആദ്യം ഓയിൽ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന വണ്ടീൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ രണ്ടാളും കുറേ നേരമായിട്ട് എന്തോന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് സംഭവം. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നിന്നിട്ട് 1 മണിക്കൂർ കളയേണ്ടി വരും. ഞാനിപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ ബാക്കി ഷോപ്പിൻ്റെ ഒക്കെ ഇടയിൽ ഒരു മാട്രിമോണിൻ്റെ ഓഫീസ് ഒളിച്ചിരുന്ന് കച്ചവടം ചെയ്യാൻ കള്ളൻ. ഞാൻ കുറേ ആലോചിച്ച് എന്തിനാ ഇപ്പോൾ എയർപോർട്ടിലൊരു മാട്രിമോണിൻ്റെ ഓഫീസ്. പിന്നെയാണ് എനിക്ക് ഓർമ്മയത്, ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലേ ഓവറിലും അതേപോലെ ഫ്ലൈറ്റൊക്കെ കാത്തിരിക്കണമല്ലേ. പെട്ടെന്ന് ഒരാൾക്ക് പെണ്ണെട്ടണമെന്ന് പുതിയാലോ, നമുക്ക് അന്വേഷിക്കാനൊരു സ്ഥലമായല്ലോ. ഞാനിവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഫ്ലൈറ്റ് വരുന്നതും പോണതും നോക്കിയിരുന്ന് വെറുതെ സമയം കളഞ്ഞു. ആ നേരത്തെ 2 പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. മാച്ചിങ് പ്രൊഫൈൽ ഏതെങ്കിലും ഉണ്ടെങ്കിലോ. പിന്നെ മാച്ചിങ് പ്രൊഫൈൽ നോക്കി നിൽക്കുന്ന എങ്ങാനും മാഡം ജി അറിഞ്ഞാൽ പിന്നെ സ്മാഷ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല. എന്നാലും അത് കാണുമ്പോൾ ഒരു പ്രൊഫൈൽ തുടങ്ങാനൊക്കെ തോന്നും. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ ആയിട്ട് ഇൻഡിഗോ ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. പുള്ളിൻ്റെ പേര് അബ്രാർ എന്നാണ്. ഇവിടെ സ്പോർട്സ് മെഡിസിനിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക.
നമ്മളെ വിമാനത്തിൻ്റെ ഡ്രൈവർക്ക് കോഴിക്കോട് എത്തിയിട്ട് നമ്മളെക്കാളും എന്തോ വലിയൊരു തിരക്കുണ്ട് ഗൈസ്. കാരണം 100 വിമാനം റൺവേ കൂടി തന്നെ പോണത്. ഇതുകൂടി ആകാശത്തേക്ക് കയറ്റി ഇയാൾ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളെ പൈലറ്റിൻ്റെ പെരുമ്പോക്കൊണ്ടാണോ എന്നറിയില്ല, ATC-കാരൊന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ. കാരണം മെയിൻ റൺവേയിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ ഫ്ലൈറ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേരെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൈലറ്റിനെ ATC-കാർ കയറൂരി വിടും. ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി ഉണർന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഫ്ലൈറ്റ് ഇപ്പം നാട്ടിലെവിടെ ഒന്ന് എത്തിയിട്ടുണ്ട്. ലാൻഡിങ്ങിനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. സിജോ, നമ്മൾ എത്തിയോട് തന്നെ തിരിച്ചെത്തിയെന്ന് ജയറാമേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്നാണോ പോയത് അവിടെ തന്നെ അൽഹംദുലില്ലാ സേഫായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് വളരെ വിജയകരമായി പൂർത്തിയായി. ഇനി ഇതുപോലെ എന്തെങ്കിലും പോയി വെക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.